മോർണിംഗ്. എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ശനിയാഴ്ച, സ്കൂളിൽ ലീവാണെന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിങ്ങിലാണ്. രാവിലെ എണീറ്റ് വന്ന കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി. അത് കഴിച്ചിട്ട് വേണം നമുക്കൊരു മധുകൂത്ത് ഉണ്ടാക്കാൻ. ചെറിയ പരിപാടി, പെട്ടെന്നില്ല പരിപാടി. നല്ല സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് തക്കാളി അരിയാനും ഉള്ളി അരിയാനൊക്കെ ഉണ്ട്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കോഴി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തിന്നിട്ട് ആദ്യം ഈ നൂഡിൽസ് തിന്നിട്ടേ ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി ആക്കാം. ഓക്കെ, ഉള്ളി അരിഞ്ഞ് വെച്ച്, ഒരു ചെറിയൊരു ഉള്ളി, ചെറിയൊരു തക്കാളി, ഒരു ക്യാപ്സിക്കൻ്റെ പകുതി, ഒരു 4 പച്ചമുളക്, കോഴിൻ്റെ 2 ലെഗ് പീസ് കഴുകി വെച്ചത്, അരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കൂറാൻ വെച്ചിട്ട് പിന്നെ ഒന്ന് ഊറ്റിയെടുക്കാൻ വെച്ചതാണ്. പിന്നെ ഓൾ സ്പൈസസ് ഒരു കുറച്ചൊക്കെ 2 ബേ ലീവ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടോ. ഇതൊക്കെ സിമ്പിൾ പരിപാടികളാണ്. നമ്മളതൊക്കെ അതിന് 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ പരിപാടികളാണ്, അല്ലാതെ ഇവിടെ നടക്കില്ല. ഇതിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ശനിയാഴ്ച അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്കൂളിട്ട് വന്നാൽ ചോറും തക്കാളി കടുകറക്കുക, അത് പെട്ടെന്നുണ്ടല്ലോ. പിന്നെ വേണമെങ്കിൽ ആംപ്ലേറ്റ് അടിക്കും. അത്രോ ഇതൊന്നും പഠിക്കാനുള്ളതല്ല കേട്ടോ, കുക്കിങ് പഠിക്കാൻ വേണ്ടി കാട്ടുന്നല്ല. ഞാൻ ഉണ്ടാക്കുന്നത് വെറുതെ കാണിക്കാം, അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ അങ്ങോട്ട് വിശേഷങ്ങളെല്ലാവരും സുഖമല്ല എല്ലാവർക്കും. അങ്ങനെ പോണില്ല, നമ്മളത് അങ്ങനെ പോകുന്നുണ്ട്. ഈ മാസം സ്കൂൾ പൂട്ടും, അപ്പോൾ ലീവിൽ കണ്ടമാനം ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ ലീവിൽ പ്രാവശ്യം പോകണം, വേണമെങ്കിൽ പോവാ. പ്രാവശ്യം പോകണല്ലോ, ഏതായാലും അടുത്ത ലീവിലേ പോവാന്ന് വെച്ചിട്ട്. ചിക്കന് സ്കിന്നോട് കൂടിയിട്ടില്ല കേട്ടോ. എങ്ങനെയാണോ പിന്നെ അതിക്ക് 1 കപ്പ് അരി എടുത്തല്ലേ 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടില്ല, അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഏറാൻ പാടില്ല. ഉപ്പിടുക, ഉപ്പ് പാകണ്ടെന്ന് ഇട്ട് നോക്കുക. ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് ഉപ്പ് 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. പാത്രം ഒരു വിസിലായി, 1 വിസിൽ കൂടി അടിക്കണം. അടിച്ചാൽ നമുക്ക് അരിയിടാം. കുക്കർ തുറന്നു കേട്ടോ. ഈ അരി ഇടട്ടെ, ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുക്കാം.
കുക്കർ അടച്ച് വെച്ചിട്ടേ ഒരു വിസിൽ വരണ്ട. അപ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം. ഇനി വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സൂപ്പറല്ലേ? അടിപൊളിയായിട്ടുണ്ടോ? ചുരുങ്ങിയ സമയം കൊണ്ടേ കോഴിയൊക്കെ ശരിക്ക് വെന്ത് അടിപൊളിയായി. അപ്പോൾ ചിക്കൻ മധൂത്ത് കഴിഞ്ഞു പരിപാടി. ഒക്കെ 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെ പരിപാടികളാണ് പോകുന്നത്. പെട്ടെന്ന് പരിപാടി ആക്കണം. അപ്പോൾ ഞാനിത് കുക്കാണതിൻ്റെ മുമ്പ് തന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചതൊക്കെ വേഗം കഴുകി വെച്ചു. കാരണം ഇതിന് ശേഷം പിന്നെ കഴുകൽ ഒരു മടിയൊക്കെ. അപ്പോൾ പെട്ടെന്ന് അത് കഴുകി വെച്ചു. അപ്പോൾ എല്ലാം കാലിയായി. ഇനി കുക്കറും ചോറും മാത്രമേ ഉള്ളൂ. ഇതുവരെ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ഇതാട്ടോ. എത്ര പെട്ടെന്ന സംഭവം എന്നറിയോ? അരി നമുക്കൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അത്രേ ഉള്ളൂ. അതാണ് സമയം എടുത്തത്. വേറെ നമുക്ക് സിമ്പിൾ വരും. ഒരു ചെറിയ തക്കാളി, ചെറിയ ഉള്ളി, ഒരു ക്യാപ്സിക്കൻ്റെ പകുതി വരും, 4 പച്ചമുളക്, ബേ ലീവ്സ്, കറാമ്പൂ, 2-3 കുരുമുളക്, ഒരു ഉണക്ക ചെറുനാരങ്ങ, ഒരു മാഗി കട്ട, അരി, സംഭവം കലാസ്. 10 മിനിറ്റ് പരിപാടി. ഇപ്പം നമ്മളെ ചിക്കൻ മധൂത്ത് റെഡി. കഴിച്ചു നോക്കുക. ചിക്കനൊക്കെ നല്ല വെന്ത് പറഞ്ഞിട്ടുണ്ടോ? ഇത് പൊളിക്കും മക്കളെ. ഞങ്ങള് നല്ല വെന്ത് ക്ലിയറായി. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് മധൂത്ത് കഴിക്കില്ല അതേ ടേസ്റ്റ്. സിമ്പിൾ പരിപാടി. 10 മിനിറ്റ് കൊണ്ട് അധികം മെനക്കടൊന്നുമില്ലാതെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. See you.